الحمد لله حمدا كثيرا طيبا مباركا لله الواحد القهار المؤمن الجبار المهيمن الغفار وافر ذنب وقابل التوب له الكتاب اليه الاياب وعليه الحساب نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون കാരുണ്യവാനായ അല്ലാഹുവിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നും തഖ്വയോടുകൂടെ ജീവിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്, ശക്തിയായി വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളുമനുസരിച്ച് ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തി നമ്മെ പിരിഞ്ഞ വിശ്വാസികളായ സഹോദരീ സഹോദരന്മാർ, അള്ളാഹു അവരുടെ ജീവിതങ്ങളിൽ വന്നുപോയ വീഴ്ചകൾ പുറത്തു കൊടുക്കുകയും കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയും അവരെയും പരലോകത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. ഒരു നാട് മുഴുവൻ മാഞ്ഞുപോയ അങ്ങനെ ഒരു കൂട്ടം ആളുകളും അവരുടെ വീടുകളും അവരുടെ സ്ഥാപനങ്ങളും നൂറുകണക്കിന് മനുഷ്യരും അവിടെ താമസിച്ചിരുന്നു എന്നതിന് അടയാളങ്ങളില്ലാത്ത വിധം മാഞ്ഞുപോയ, മായ്ച്ചു കളഞ്ഞ ഒരു സന്ദർഭത്തിലാണ് ഞാനും നിങ്ങളുമുള്ളത്. ആ ദുരന്തത്തിന്റെ ആഘാതമേറ്റ് അവശേഷിക്കുന്നവർ അള്ളാഹു അവർക്ക് അവരുടെ തെറ്റുകുറ്റങ്ങൾ പുറത്തു കൊടുക്കുകയും അവരുടെ മനസ്സിന് സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. നമുക്കെന്താണ് നമ്മുടെ തൊട്ടു പരിസരങ്ങളിൽ ഇത്തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കുള്ള പാഠമെന്താണ്? നമുക്കതിൽ നിന്നുള്ള സന്ദേശങ്ങൾ എന്താണ്? നമ്മൾ എന്താണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ജീവിതത്തെ നൂറുകണക്കിന് കിലോമീറ്ററുകൾക്കിപ്പുറത്താണ് എന്നതുകൊണ്ട് ഈ ദുരന്തം നേർക്കുനേരെ നമ്മളെ ആരെയും ബാധിച്ചിട്ടേയില്ല. പക്ഷെ ആ ദുരന്തം എന്റെയും നിങ്ങളുടെയും ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതങ്ങളെ ബാധിക്കേണ്ടതുണ്ട്. ആ ദുരന്തം നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിലെ ഓരോ കാൽവെപ്പുകളെയും സ്വാധീനിക്കേണ്ടതുണ്ട്. നമ്മുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കേണ്ടതുണ്ട്. നമ്മുടെ അഭിപ്രായങ്ങളെ സ്വാധീനിക്കേണ്ടതുണ്ട്. നമ്മുടെ വരുമാനങ്ങളെ സ്വാധീനിക്കണം, നമ്മുടെ ചെലവഴിക്കലുകളെ സ്വാധീനിക്കണം, നമ്മുടെ രാത്രികളെ സ്വാധീനിക്കണം, നമ്മുടെ പകലുകളെ സ്വാധീനിക്കണം, നമ്മുടെ കുടുംബ ജീവിതത്തെയും നമ്മുടെ വ്യക്തി ജീവിതത്തെയും നമ്മുടെ സ്വകാര്യ ജീവിതത്തെയും നമ്മുടെ രഹസ്യ ജീവിതത്തെയും ഒക്കെ ആ ദുരന്തം സ്വാധീനിക്കേണ്ടതുണ്ട്. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ. നമ്മുടെ നാട്ടിൽ നിരീശ്വരവാദികൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്. യുക്തിവാദികൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട് ആറാടി ജീവിക്കുന്നുണ്ട് അടുത്ത ദിവസങ്ങളിൽ. നമ്മുടെ നാട്ടിലെ ഭൗതികവാദികളൊക്കെ അവരുടെ ബുദ്ധി വെച്ചുകൊണ്ട് വലിയ വലിയ ചോദ്യചിഹ്നങ്ങളുമായി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നുണ്ട്. ദൈവമുണ്ടെങ്കിൽ എന്തിനാണിങ്ങനെ? ദൈവമാണിത് ചെയ്യുന്നതെങ്കിൽ ഇതെന്ത് ദൈവമാണ്? എത്രത്തോളം ക്രൂരനാണ് ദൈവം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നത് ഞാൻ നിങ്ങൾ കാണുന്നുണ്ടാവും.
ഒരു പ്രദേശത്തെ മുഴുവൻ ഒറ്റ രാത്രി കൊണ്ട് മായ്ച്ചു കളയാൻ മാത്രം ആ നാട്ടിലെ ജനങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ദൈവമുണ്ടെങ്കിൽ ദൈവം അവരോടിങ്ങനെ ക്രൂരമായി പെരുമാറുന്നത് എന്ന് ചോദിക്കുന്നത്, ചോദ്യങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നത് ഒരു രസമാണ്, അതൊരു ആനന്ദമാണ്, ആളുകൾക്ക് അതൊരു ലഹരിയാണ്. പക്ഷെ യാഥാർത്ഥ്യങ്ങൾ എന്താണ്? വസ്തുതകൾ എന്താണ്? ദൈവമില്ലെന്ന് വിചാരിക്കുക, ദൈവം എന്ന് പറയുന്ന സംഭവം ഇല്ല എന്ന് വിചാരിക്കുക. അത് ഏതോ ആളുകളുടെ പുസ്തകങ്ങളിലെ കെട്ടുകഥകളാണ് എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള വിശദീകരണങ്ങൾ എന്താണ്? നമ്മൾ ആരോടാണ് ചോദിക്കേണ്ടത്? ആരോടാണ് ഇതിനെ തൊട്ട് കാവൽ ചോദിക്കേണ്ടത്? ആരോടാണ് ഇതിന്റെയൊക്കെ വിശദീകരണങ്ങൾ ചോദിക്കേണ്ടത്? ദൈവമെന്ന് പറയുന്ന ഒന്നില്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള വിശദീകരണം എന്താണ്? ഇതെന്തിനു സംഭവിക്കുന്നു? ഇതാര് ചെയ്യുന്നു? ആർക്കും തടുക്കാനാകാതെ ഒരു ചെറുപ്പക്കാരൻ നഷ്ടപ്പെട്ടിട്ട്, ഈ ദുരന്തത്തിന്റെ തൊട്ടു മുമ്പ് ഒരു ചെറുപ്പക്കാരൻ നഷ്ടപ്പെട്ടിട്ട്, നമ്മളിപ്പോഴും നഷ്ടപ്പെട്ട ആളെവിടെ? മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശേഷക്രിയ ചെയ്യാൻ, ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ ആ ചെറുപ്പക്കാരൻ എവിടെ? എല്ലാ സംവിധാനങ്ങളും നമുക്കുണ്ട്, എല്ലാ സൗകര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്, സാങ്കേതിക വിദ്യകളുണ്ട്. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറത്ത് ഗ്രഹങ്ങളിലുള്ളതെന്താണ് എന്ന് നമ്മൾ പഠിക്കും, നമ്മൾ നിരീക്ഷിക്കും. അവിടേക്ക് നമ്മൾ നമ്മുടെ പ്രതിനിധികളെ, മനുഷ്യന്റെ പ്രതിനിധികളെ പറഞ്ഞയക്കും. അവിടെയൊക്കെ ജീവിക്കാൻ വല്ല സാധ്യതകളും, മറ്റേതെങ്കിലും ഗ്രഹങ്ങളിൽ പോയി അവിടെ ജീവിക്കാനുള്ള സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ പഠിക്കും. പക്ഷേ കോഴിക്കോട്ടങ്ങാടിൽ നിന്ന് ലോറി കയറിപ്പോയ ഒരു ചെറുപ്പക്കാരൻ പിറ്റേ ദിവസം കാണാതെയാകുമ്പോ അയാൾ എവിടെയെന്ന ചോദ്യത്തിന് 10-15 ദിവസം നമ്മളൊക്കെ കെട്ടിമറിഞ്ഞിട്ടും ഒരു ഉത്തരവും കാണാതെ അന്തം വിട്ട് നിൽക്കുകയും ചെയ്യും. മനുഷ്യനെ ദുരന്തങ്ങൾ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം, അഹങ്കാരികൾക്ക് എത്ര ബോധ്യപ്പെട്ടില്ലെങ്കിലും, ധിക്കാരികൾക്ക് എത്ര മനസ്സിലായില്ലെങ്കിലും, നിരീശ്വരവാദികൾക്ക് അവരുടെ യുക്തി പ്രവർത്തിച്ചില്ലെങ്കിലും, മനുഷ്യനെ ദുരന്തങ്ങൾ ബോധ്യപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട പാഠം മനുഷ്യന്റെ ദുർബലതയെക്കുറിച്ചാണ്, മനുഷ്യന്റെ പരിമിതികളെക്കുറിച്ചാണ്, മനുഷ്യന്റെ കഴിവില്ലായ്മയെക്കുറിച്ചാണ്, മനുഷ്യന്റെ നിസ്സഹായതയെക്കുറിച്ചാണ്. നമ്മള് കൈകൾ മലർത്തി എന്നെ കൊണ്ട് ഒന്നിനും ആകുന്നില്ലല്ലോ ഇതൊക്കെ സംഭവിക്കുമ്പോ, ഒന്ന് സംഭവിച്ചു, ഇനി നാളെ സംഭവിക്കാതിരിക്കാൻ, നമ്മുടെ നാട്ടിലെവിടെയെങ്കിലും ഇനിയും ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകാതിരിക്കാൻ, വീണ്ടും ഒരു വെള്ളപ്പൊക്കം വരാതിരിക്കാൻ, ഒരു പ്രകൃതി ദുരന്തം കൂടി സംഭവിക്കാതിരിക്കാൻ, നൂറുകണക്കിന് മനുഷ്യർ കൂടി ഇതുപോലെ ദുരന്തത്തിൽ അകപ്പെടാതിരിക്കാൻ മതമില്ലെന്ന് പറയുന്നവന്റെ കയ്യിലുള്ള മാർഗമെന്താണ്? ദൈവമില്ലെന്ന് പ്രചരിപ്പിക്കുന്നവന്റെ കയ്യിലുള്ള അതിനുള്ള മരുന്നെന്താണ്? അവർക്ക് പറയാനുള്ള വഴി എന്താണ്? ഇവിടെയാണ് മനുഷ്യന്റെ ദുർബലതയുടെ മുമ്പിലാണ് മതത്തിന് പ്രസക്തിയുള്ളത്. മനുഷ്യന്റെ നിസ്സഹായതയുടെ മുമ്പിലാണ് വിശ്വാസങ്ങൾക്കും ദൈവത്തിനും ഇസ്ലാമിനും പ്രാധാന്യമുള്ളത്, ഗൗരവമുള്ളത്. സഹോദരങ്ങളെ, അള്ളാഹു നമ്മളോട് പറഞ്ഞു എന്തുകൊണ്ടാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് പ്രകൃതിയിൽ ദുരന്തങ്ങൾ ഉണ്ടാവുക. ഒരു പ്രകൃതി ദുരന്തത്തിൽ അകപ്പെട്ടിട്ട് കുറെ മനുഷ്യർ മരണപ്പെടുമ്പോ അതൊക്കെ പടച്ചോന്റെ ശിക്ഷയാണ് അല്ല ഞാൻ ശ്രമിക്കുന്നത്, അള്ളാഹുവിന്റെ ശാപത്തിന്റെ ഭാഗമായി, അള്ളാഹുവിന്റെ കോപത്തിന്റെ ഭാഗമായി, അള്ളാഹുവിന്റെ ശിക്ഷയുടെ ഭാഗമായി ലോകത്ത് പ്രകൃതി ദുരന്തങ്ങൾ ചരിത്രത്തിൽ മുമ്പ് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മുടെ നാട്ടിൽ ഒരു ദുരന്തമുണ്ടാകുമ്പോ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇനിയും ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ വരുത്തേണ്ടുന്ന മാറ്റങ്ങൾ എന്താണ്? എന്റെ സ്വഭാവത്തിലോ എന്റെ പെരുമാറ്റങ്ങളിലോ എന്റെ പ്രവർത്തനങ്ങളിലോ ഞാൻ കാരണമായി എന്റെ ഗ്രാമത്തിലെ നൂറുകണക്കിന് ആളുകൾ കഷ്ടത്തിലും ദുരിതത്തിലും പ്രയാസത്തിലും ആകാതിരിക്കാൻ എനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന ചോദ്യമാണ്, ചിന്തയാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരേണ്ടത്. അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ അദാബ് വന്നിറങ്ങുമ്പോ, പടച്ചോന്റെ ശിക്ഷ ഉണ്ടാകുമ്പോ അത് അക്രമികൾക്ക് മാത്രമായിട്ടല്ല റബ്ബിന്റെ അടുക്കൽ നിന്ന് അദാബ് ഉണ്ടാവുക, റബ്ബിന്റെ അടുക്കൽ നിന്ന് ശിക്ഷ ഉണ്ടാവുക. അത് പൊതുവായി സംഭവിക്കുന്നതാണ്, ഒരു നാടിന് പൊതുവായി സംഭവിക്കുന്നതാണ്.
ഒരു നാടിന് പൊതുവായിട്ടാണ് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള അദാബുണ്ടാവുക. ഞാൻ ആവർത്തിച്ചു പറയുന്നു, സംഭവിച്ച ദുരന്തം ദൈവിക ശിക്ഷയാണ് എന്നെന്റെ വാക്കുകളിലില്ല, ഞാൻ അത് ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ മനുഷ്യർക്ക് അള്ളാഹു ഇത്തരം ദൃഷ്ടാന്തങ്ങളിലൂടെ വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. രണ്ട്, നിർഭയത്വത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഖുർആനിലൂടെ. ഒരിക്കലും ഒരു ജനത അവരിൽ താങ്കൾ ഉള്ളപ്പോൾ അവർ ശിക്ഷിക്കപ്പെടുകയില്ല. അള്ളാഹു നൽകിയ ഉറപ്പാണ്. അള്ളാഹിന്റെ റസൂൽ ജീവിച്ചിരിക്കെ റസൂൽ ഉൾപ്പെടുന്ന ഒരു ജനത ഒരിക്കലും ദുരന്തങ്ങൾക്ക് വിധേയമാവുകയോ ശിക്ഷിക്കപ്പെടുകയുമില്ല. അതോടൊപ്പം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഒരിക്കലും ഒരു ജനത ശിക്ഷിക്കപ്പെടുകയില്ല. വഹും യസ്തഗ്ഫിറൂൻ. രണ്ട് കാര്യങ്ങളാണ് ഖുർആൻ അവിടെ പറഞ്ഞത്. മുഹമ്മദ് നബിയോടൊത്ത് ജീവിച്ചിരിക്കുന്ന ഒരു ജനത അവരൊരിക്കലും ശിക്ഷയ്ക്ക് വിധേയരാവുകയില്ല. രണ്ടാമത്തത് വഹും യസ്തഗ്ഫിറൂൻ, ഇസ്തിഗ്ഫാർ നടത്തുന്ന ഒരു ജനത അവരൊരിക്കലും ശിക്ഷിക്കപ്പെടുകയില്ല. പടച്ചോനെ പുറത്തു തരണേ എന്ന് പറയുന്നവർ, അവർക്ക് അള്ളാഹുവിന്റെ അദാബ് ഉണ്ടാവുകയില്ല, അവരെ ഒരിക്കലും അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ ഓതിയ ആയത്ത് ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി, അവർക്ക് നൽകപ്പെട്ട ഉത്ബോധനങ്ങൾ അവർ മറന്നു കളഞ്ഞപ്പോൾ. പരിശുദ്ധ ഖുർആൻ പറയാം, ഖുർആനിലെ 6-ാമത്തെ അധ്യായം സൂറത്ത് അൻആമിലെ 44-ാമത്തെ ആയത്താണ്. ഫലമ്മാ നസൂ, അവർ മറന്നു കളഞ്ഞപ്പോൾ, മാ ദുക്കിറൂ ബിഹി, അവർക്ക് നൽകപ്പെട്ട ഉത്ബോധനങ്ങൾ അവർ വിസ്മരിച്ചു കളഞ്ഞപ്പോൾ, ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈഇൻ, ആസ്വാദനങ്ങളുടെ, ആഡംബരങ്ങളുടെ, ആഘോഷങ്ങളുടെ എല്ലാ കവാടങ്ങളും വാതിലുകളും നാം അവർക്ക് തുറന്നുകൊടുത്തു. ഹത്താ ഇദാ ഫരിഹൂ ബിമാ ഊതു, തങ്ങൾക്ക് നൽകപ്പെട്ടത് വെച്ച് അവർ അതിശക്തമായി അതിഗംഭീരമായി അവർ സന്തോഷിച്ചുകൊണ്ടിരിക്കെ അഖദ്നാഹും ബഅ്തതൻ, വളരെ പെട്ടെന്ന്, അഖദ്നാഹും ബഅ്തതൻ, വളരെ പെട്ടെന്ന് നാം അവരെ പിടികൂടുകയുണ്ടായി. ഫൈദാഹും മുബ്ലിസൂൻ, അങ്ങനെയാണ് അവർ നിരാശ പൂണ്ടവരായി മാറുന്നത്. എപ്പോഴാണ് മുൻഗാമികളായ ആളുകൾക്ക് അള്ളാഹുവിന്റെ അദാബുകൾ വന്നിട്ടുള്ളത്? എപ്പോഴാണ്? അള്ളാഹു എപ്പോഴാണ് ശിക്ഷിച്ചിട്ടുള്ളത്? ഫലമ്മാ നസൂ മാ ദുക്കിറൂ, നൽകപ്പെട്ട ഉത്ബോധനങ്ങൾ വിസ്മരിച്ചു കളഞ്ഞപ്പോ, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള അറിവുകളും അറിയിപ്പുകളും മറന്നു കളഞ്ഞപ്പോ, അവഗണിച്ചു കളഞ്ഞപ്പോ, നിഷേധിച്ചു കളഞ്ഞപ്പോ, അത് തള്ളിക്കളഞ്ഞപ്പോ, അഖദ്നാഹും ബഅ്തതൻ, അപ്പോഴാണ് നാം അവരെ പെട്ടെന്ന് പിടികൂടിയത്. അങ്ങനെയാണ് മുൻഗാമികളായ ജനതകൾ ശിക്ഷിക്കപ്പെട്ടത് എന്ന് പഠിപ്പിക്കുന്നു പരിശുദ്ധ ഖുർആൻ. നമുക്കുള്ള പാഠം ഇസ്തിഗ്ഫാർ നടത്തണമെന്ന പാഠമാണ്. നമുക്കുള്ള പാഠം അള്ളാഹുവെ പുറത്തു തരണേ എന്ന് നിരന്തരമായി പ്രാർത്ഥിക്കണമെന്ന ഓർമ്മപ്പെടുത്തലാണ്. പ്രകൃതി ദുരന്തങ്ങൾ വിശ്വാസമുള്ള, ഈമാനുള്ള, ഖുർആനിൽ വിശ്വാസമുള്ള, ഇസ്ലാമിൽ വിശ്വാസമുള്ള മനുഷ്യന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന സുപ്രധാനമായ സന്ദേശം എന്ന് പറയുന്നത്, അള്ളാഹു എനിക്ക് പുറത്തു തരണേ, പടച്ചോൻ എന്നോട് ക്ഷമിക്കണേ, അള്ളാഹു എന്നോട് വിട്ടുവീഴ്ച കാണിക്കണേ, എന്റെ അബദ്ധങ്ങളെ, എന്റെ തെറ്റുകുറ്റങ്ങളെ അള്ളാഹുവെ എനിക്ക് മാപ്പാക്കി തരണേ എന്ന് നിരന്തരമായി റബ്ബിനോട് പറയണം, ചോദിക്കണം, പ്രാർത്ഥിക്കണം, ഇസ്തിഗ്ഫാർ നടത്തണം എന്നാണ് പ്രകൃതി ദുരന്തങ്ങൾ ഒന്നാമതായി നമ്മളെ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തത് ഫലമ്മാ നസൂ മാ ദുക്കിറൂ, നിങ്ങളുടെ മുൻഗാമികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, അവരിങ്ങനെ മായ്ച്ചു കളയപ്പെട്ടിട്ടുണ്ട്, അവർ തകർക്കപ്പെട്ടിട്ടുണ്ട്. ഒരു പക്ഷേ അതിശക്തമായ പ്രകമ്പനങ്ങളെ കൊണ്ട് നശിപ്പിക്കപ്പെട്ടവരുണ്ട്. ഖുർആൻ പറയുന്നു, ഒരു പക്ഷേ വെള്ളപ്പൊക്കൾ വന്ന് നശിപ്പിക്കപ്പെട്ടവരുണ്ട്, ഭൂമി പിളർന്ന് താഴെ കാഴ്ത്തപ്പെട്ടവർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. എന്നിട്ട് ഖുർആൻ പറയാണ്, അള്ളാഹു നമ്മളെ പഠിപ്പിക്കാൻ അതെല്ലാം ഉണ്ടായത് ഫലമ്മാ നസൂ മാ ദുക്കിറൂ, അവർക്ക് നൽകപ്പെട്ട ഉത്ബോധനങ്ങൾ അവർ വിസ്മരിച്ചപ്പോഴാണ്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള താക്കീതുകൾ മറന്നുപോയപ്പോഴാണ്, അവഗണിച്ച് തള്ളിയപ്പോഴാണ് അള്ളാഹു അവരെ ശിക്ഷിച്ചത് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ല ഞാനോ എന്റെ കൂടെ ജീവിക്കുന്നവരോ അള്ളാഹുവെ നിന്റെ ഉത്ബോധനങ്ങൾ അവഗണിക്കുന്നവരല്ല, ഞങ്ങൾ അതിനെ തള്ളിക്കളയുന്നവരല്ല. അള്ളാഹുവിന്റെ ഉത്ബോധനങ്ങളെ പരിഗണിക്കുന്ന, അള്ളാഹുവിന്റെ ഉത്ബോധനങ്ങളെ മുഖവിലക്കെടുക്കുന്ന, അള്ളാഹുവിന്റെ ഉപദേശങ്ങളെ സ്വീകരിക്കുന്ന, അള്ളാഹുവിന്റെ ഉപദേശങ്ങളെ എന്റെ ജീവിതത്തിന്റെ വെളിച്ചമായി കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഞാൻ എന്ന ഉത്തരം പറയാനാണ്
പ്രകൃതി ദുരന്തങ്ങൾ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും അവഗണിക്കുന്നവനല്ല. വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക്, നിന്റെ മുമ്പ് നിയോഗിക്കപ്പെട്ട ജനതകൾ, ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വദ്ദറ, അവരെ പലരെയും നാം ശിക്ഷ കൊണ്ട് പിടികൂടിയിട്ടുണ്ട്. നിന്റെ മുമ്പുണ്ടായിരുന്ന മുഹമ്മദ് നബിയെ, താങ്കൾക്ക് മുമ്പ് ലോകത്ത് കടന്നു വന്ന ഉമ്മത്തുകൾ, ജനതകൾ, നാഗരികതകൾ, പല പല സമൂഹങ്ങൾ, അവരൊക്കെയും പലരും അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള വലിയ ശിക്ഷ കൊണ്ട് പിടികൂടപ്പെട്ടിട്ടുണ്ട്. ലഅല്ലഹും യതളറഊൻ, അവരുടെ കിബിറ് പോകാൻ, അവരുടെ മനസ്സിനകത്തു നിന്ന് അഹങ്കാരങ്ങൾ നീങ്ങാൻ, അവർക്ക് വിനയമുണ്ടാകാൻ, അതിനാണ് ശിക്ഷ കൊണ്ട് അവർ പിടികൂടപ്പെട്ടത്. ഫലൗലാ ഇദ് ജാഅഹും ബഅസുനാ, നമ്മുടെ ശിക്ഷ അവർക്ക് വന്ന് പിടികൂടുമ്പോ തളറഊ, അവർക്ക് വിനയം കാണിച്ചുകൂടായിരുന്നുവോ? നിസ്സഹായതയുണ്ടാകുമ്പോഴെങ്കിലും ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന ഒരുത്തനെ കുറിച്ച് അവർക്ക് ചിന്തിച്ചുകൂടായിരുന്നുവോ? അവർക്ക് രക്ഷ ചോദിച്ചുകൂടായിരുന്നുവോ? അവർക്ക് പ്രാർത്ഥിച്ചുകൂടായിരുന്നുവോ? എന്നെ അവർക്ക് അംഗീകരിച്ചുകൂടായിരുന്നുവോ? എന്റെ ഉത്ബോധനങ്ങൾക്ക് നേരെ കണ്ണും കാതും തുറന്ന് അവർക്കൊന്ന് ചിന്തിച്ചുകൂടായിരുന്നുവോ? ഫലൗലാ ഇദ് ജാഅഹും ബഅസുനാ, നമ്മുടെ ഭാഗത്തുനിന്നുള്ള ശിക്ഷകൾ അവർക്ക് വന്നു പിടികൂടുമ്പോ തളറഊ, എന്തേ അവർക്ക് വിനയമില്ലാതെ പോയത്? അവരെന്ത് മടങ്ങാതിരുന്നത്? അവരെന്ത് അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കാതിരുന്നത്? അവരെന്ത് എന്റെ ഉത്ബോധനങ്ങളിലേക്ക് തിരിച്ചു വരാതിരുന്നത്? അവർക്ക് സംഭവിച്ചത് ഖസത്ത് ഖുലൂബുഹും, ദുരന്തങ്ങളൊക്കെ ഉണ്ടായപ്പോഴും ഖസത്ത് ഖുലൂബുഹും, മനസ്സിന്റെ കട്ടി കൂടി, അവരുടെ ധിക്കാരം അധികരിച്ചു. അവർ വീണ്ടും പടച്ചവനെ ചോദ്യം ചെയ്തു. അവർ വീണ്ടും സൃഷ്ടാവിനെ പറ്റി സംശയിച്ചു. ഇതൊക്കെ ഉണ്ടാക്കിയവനോ, ഇതൊക്കെ നിയന്ത്രിക്കുന്നവനോ, നമ്മൾക്ക് ശിക്ഷ നൽകുന്നവനോ, കാരുണ്യമുള്ളവനോ? പരിഹസിച്ചു അവർ, നിഷേധിച്ചു അവർ, കളവ് കാണിച്ചു അവർ. ഖസത്ത് ഖുലൂബുഹും, വിനയം കാണിക്കുകയല്ല ചെയ്തത്. അവരുടെ മനസ്സ് അലിവുണ്ടാവുകയല്ല ചെയ്തത്. അവരുടെ മനസ്സിനകത്ത് നനവുണ്ടാവുകയല്ല ചെയ്തത്. ഖസത്ത് ഖുലൂബുഹും, അവരുടെ മനസ്സ് പിന്നെയും പിന്നെയും കട്ടികൂടി. വസയ്യന ലഹുമുശ് ശൈത്വാൻ, പിശാച് അപ്പോ നിങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ ശരി എന്നവരെ തോന്നിപ്പിച്ചു. വസയ്യന ലഹുമുശ് ശൈത്വാൻ, പിശാച് അവർക്ക് അവരുടെ നിലപാടുകൾ അലങ്കാരമാക്കി, വളരെ ഭംഗിയാക്കി അവരുടെ മുമ്പിൽ അവരെ തോന്നിപ്പിച്ചു. മാകാനു യഅമലൂൻ, അവർ ചെയ്യുന്നതൊക്കെ തന്നെയാണ് ശരി എന്ന നിലക്ക് പിശാച് അവരുടെ മുമ്പിൽ പ്രവർത്തിച്ചു, അവരെ തോന്നിപ്പിച്ചു, അലങ്കാരമാക്കി അവർക്ക് കാണിച്ചു കൊടുത്തു. നിങ്ങളുടെ നിഷേധം തന്നെയാണ് ശരി, നിങ്ങളുടെ ധിക്കാരം തന്നെയാണ് ശരി, നിങ്ങളുടെ അഹങ്കാരം തന്നെയാണ് ശരി എന്ന രീതിയിൽ പിശാച് അവരെ തോന്നിപ്പിക്കുകയാണ് ഉണ്ടായത്. അള്ളാഹു ചോദിക്കുന്നത്, ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴെങ്കിലും നിങ്ങൾക്ക് വിനയം കാണിച്ചുകൂടെ? ദുരന്തങ്ങൾ സംഭവിക്കുമ്പോ നിങ്ങൾക്ക് അവസാനിപ്പിച്ചുകൂടെ? നിങ്ങൾക്ക് മടങ്ങിപ്പോന്നുകൂടെ? നിങ്ങളിപ്പോ പലിശയുടെ മാർഗത്തിലാണോ? പലിശയുമായി ബന്ധപ്പെട്ട് അതിന്റെ എല്ലാ നിഷിദ്ധങ്ങളും, അതിന്റെ എല്ലാ അപകടങ്ങളും, അതിന്റെ എല്ലാ പ്രയാസങ്ങളും നമുക്കറിയാം, നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വീണ്ടും 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 നിങ്ങൾ അതിൽ തന്നെയാണോ? നിങ്ങൾക്ക് അത് അവസാനിപ്പിക്കാൻ, ഞാനിനി പലിശയുമായി ബന്ധപ്പെട്ട് എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയാം. അഫാമിനാഹിലുൽ ഖുറ, മറ്റുള്ള ഗ്രാമങ്ങളിലുള്ളവർ ഒരു നാടിങ്ങനെ നീങ്ങിപ്പോകുമ്പോ നാട്ടിലുള്ള അവശേഷിച്ച ആളുകൾ, എന്റെ വീട്ടിൽ നിന്ന് 9 ആളുകൾ നഷ്ടപ്പെട്ടു, അവരെക്കുറിച്ച് ഒരു അഡ്രസ്സുമില്ല എന്ന് പറയുമ്പോ, ഞങ്ങളുടെ ഗ്രാമത്തിലെ 100 കണക്കിന് ആളുകളെ ഇപ്പോഴും മണ്ണിനടിയിൽ നിന്ന് ഇനിയും തെരഞ്ഞെടുക്കാനുണ്ട് എന്ന് നിലവിളിക്കുമ്പോ, അഫാമിനാഹുൽ ഖുറ, മറ്റ് ഗ്രാമങ്ങളിലുള്ളവർ അവർ നിർഭയരാണോ? അയ്യതിഹും ബഅസുന, അള്ളാഹുവിന് ഏതെങ്കിലും ഒരു ഗ്രാമത്തോട് മാത്രമായി വിരോധമുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഏതെങ്കിലും ഒരു നാടിന് മാത്രമായി റബ്ബിന്റെ പരീക്ഷണങ്ങൾ വന്നിറങ്ങും അങ്ങനെ നിങ്ങൾ ധരിച്ചു വെച്ചിട്ടുണ്ടോ? മറ്റു നാട്ടുകാരൊക്കെ നിർഭയരാണോ? ഖുർആന്റെ ചോദ്യമാണ്. അഫാമിനാഹിലുൽ ഖുറ, മറ്റുള്ള നാട്ടുകാരില്ലേ, അവരൊക്കെ നിർഭയരാണോ? അയ്യതിഹും ബഅസുന, അവർക്ക് നമ്മുടെ ശിക്ഷ വരുന്നതിനെ കുറിച്ച് ബയാത്തൻ, ആരെ രക്ഷപ്പെട്ടതെന്നറിയോ? ശബ്ദം കേട്ടു, ഞെട്ടി ഉണർന്നു. അത്രയും സമയം ഞങ്ങൾ ഉറങ്ങിയിരുന്നില്ല, എന്തോ വലിയ ശബ്ദം കേട്ടു, ഒരു വലിയ കാറ്റിന്റെ മൂളല് പോലെ
വല്ലാതെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. തോരാതെ മഴ പെയ്തുകൊണ്ടിരുന്നു. ഞങ്ങള് ശബ്ദം കേട്ടപ്പോ കുഞ്ഞുമക്കളെ എടുത്ത് വീട് വിട്ട് ഞങ്ങൾ ആ കുന്നിന്റെ ചെരുവിലേക്ക് മാറി, പുഴയുടെ ദിക്ക് മാറി അതിന് എതിർദിശയിലേക്ക് ഞങ്ങൾ ഓടിപ്പോയി. അങ്ങനെയാ ഞങ്ങൾ രക്ഷപ്പെട്ടത്. ആളുകൾ അനുഭവം പറയുന്നത് നിങ്ങളുടെയൊക്കെ ഫോണിലില്ലേ, അഫാമിനാഹിലുൽ ഖുറ അയ്യതിഹും ബഅസുനാ ബയാതൻ, രാത്രി സമയത്ത് നമ്മുടെ ശിക്ഷ വരുന്നതിനെ കുറിച്ച്, നിങ്ങളുടെ നാട്ടിലൊരു ശിക്ഷ വരുന്നതിനെ കുറിച്ച് നിങ്ങൾ നിർഭയരാണോ? വഹും നായിമൂൻ, കിടന്നുറങ്ങുമ്പോ റബ്ബിന്റെ ശിക്ഷ വരുന്നത്, ഉണരാൻ സമയമില്ലാതെ, എഴുന്നേൽക്കാൻ സമയമില്ലാതെ, കൊച്ചുമക്കളെടുത്ത് ഓടാനുള്ള അവസരങ്ങളില്ലാതെ, നായിമൂൻ, ഉറക്കത്തിലായിരിക്കും റബ്ബിന്റെ അദാബ് വരുന്നതിനെ കുറിച്ച്. അഫാമിനാഹുലുൽ ഖുറ, ഈ നാട്ടുകാർക്ക്, ഈ ഗ്രാമത്തിലുള്ളവർക്കൊക്കെ നിർഭയത്വമുണ്ടോ? നിങ്ങൾക്ക് ആര് തന്ന ധൈര്യമാണ്, ആര് തന്ന ബലം കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നത്? ധിക്കാരത്തിൽ ജീവിക്കുന്നവൻ അങ്ങനെ തന്നെ പോകുന്നത്, നമസ്കാരമില്ലാത്തവൻ അങ്ങനെ തന്നെ പോകുന്നത്, പലിശയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവൻ അത് അവസാനിപ്പിക്കാത്തത്, വ്യഭിചാരത്തിൽ, അവിഹിതങ്ങളിൽ, ആണും പെണ്ണും, ഭാര്യയ്ക്കപ്പുറം ഭർത്താവിനപ്പുറം അവിഹിതമായ ബന്ധങ്ങള്, അവിഹിതമായ സംസാരങ്ങള്, അവിഹിതമായ പെരുമാറ്റങ്ങള്, അതെന്റെ അവസാനിക്കാത്തത്? ദുരന്തം കാണുമ്പോ അവസാനിപ്പിക്കുകയാണ് ഞാൻ, പിന്മാറുകയാണ്. എന്റെ റബ്ബിന് ഇഷ്ടമില്ലാത്തത്, എന്റെ നാവിന് പൊരുത്തമില്ലാത്തത്, അള്ളാഹു അംഗീകരിക്കാത്തത്, അതെനിക്കെത്ര ആസ്വാദകരമാണെങ്കിലും, അതെനിക്കെത്ര സന്തോഷം തന്നാലും, അതെനിക്കെത്ര സുഖം പകർന്നാലും വേണ്ടെന്ന് വെക്കാൻ, ഞാനില്ല എന്ന് പറയാൻ, പിന്മാറിപ്പോരാൻ അതെന്തേ നിങ്ങളെ പ്രേരിപ്പിക്കാത്തത്? അതാണ് പരിശുദ്ധ ഖുർആന്റെ ചോദ്യം. നിങ്ങൾ രാത്രി കിടന്നുറങ്ങുമ്പോ ബയാതൻ വഹും നായിമുൻ. രണ്ടാമത്തൊരു ചോദ്യമുണ്ട് അതിന്റെ തൊട്ട് താഴെ, അവാമിനാഹുലുൽ ഖുറ അയ്യതിഹും ബഅസുനാ ളുഹൻ വഹും യൽഅബൂൻ. നിങ്ങൾ വിനോദങ്ങളിൽ ഏർപ്പെടും, നിങ്ങൾ കളികളിൽ ഏർപ്പെടും, കളികളിലും വിനോദങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കെ പകൽവേളകളിൽ അള്ളാഹുവിന്റെ ശിക്ഷ വന്ന് നിങ്ങളെ പിടികൂടുന്നതിനെ കുറിച്ച് നിങ്ങൾ നിർഭയരാണോ? നിങ്ങൾ പേടിക്കാനൊന്നുമില്ലേ? ആര് തരുന്ന ധൈര്യമാണ്? അള്ളാന്റെ ചോദ്യമാണ്, ആര് തരുന്ന ധൈര്യമാണ്? ആരുടെ പിൻബലം വെച്ചുകൊണ്ടാണ്? നിങ്ങൾ എന്ത് നിങ്ങൾക്കുണ്ട് എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ കരുത്തു കാണിക്കുന്നത്? എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്നവരെ ഞാനും നിങ്ങൾ കാണുന്നില്ലേ? ഒരു പൊട്ട് ബിസ്ക്കറ്റ് സ്വന്തം കുട്ടിക്ക് കൊടുക്കണമെങ്കിൽ ആരുടെയെങ്കിലും അലിവ് കൊണ്ട് വാഹനത്തിൽ കയറ്റി ക്യാമ്പിൽ കൊണ്ടുപോയി ഇറക്കണം. ഒരു പൊട്ട് ബിസ്ക്കറ്റ്. അവർ ജീവിച്ചത് 10 തലമുറക്കപ്പുറം ജീവിക്കാനുള്ള തോട്ടവും പറമ്പുമുണ്ട് എന്ന ധാർഷ്ട്യത്തോടുകൂടെ ജീവിച്ചവർ തൊട്ടു പിറ്റേന്ന് ആളുകൾക്ക് മുമ്പിൽ ഒരു പൊട്ട് ബിസ്ക്കറ്റിന് വേണ്ടി ഞാൻ നിൽക്കുന്നത് കാണുമ്പോ അള്ളാഹു നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങളുടെ ധൈര്യം എന്താണ്? നിങ്ങളുടെ ധൈര്യം അത് എവിടെ നിന്നാണ്? എന്തിന്റെ പിൻഫലത്തിലാണ് നിങ്ങളുടെ മനസ്സുകൾക്ക് ധൈര്യമുണ്ടാകുന്നത്? 2 ചോദ്യമാണ്. ബയാതൻ വഹും നായിമൂൻ ളുഹൻ വഹും യൽഅബൂൻ. രാത്രി സമയങ്ങളിൽ അള്ളാഹുവിന്റെ ശിക്ഷ എങ്ങാനും വന്നാലോ? പകൽവേളകളിൽ നിങ്ങൾ കളികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ റബ്ബിന്റെ അദാബെങ്ങാനും ഇറങ്ങിയാലോ? നിങ്ങളുടെ ധൈര്യം എന്താണ്? നിങ്ങളുടെ ധൈര്യം എവിടെ നിന്നാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കുന്നത്. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചും അനുസരിച്ചും പാലിച്ചും ജീവിക്കുന്ന സജ്ജനങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ, സദ്വൃത്തവാന്മാരിൽ അള്ളാഹു കുടുംബസമേതം നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ശക്തിയായി വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെയൊക്കെ ഓർമ്മയിലും ചെറുപ്പം മുതലുള്ള ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും പല രൂപത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ കാണുകയോ കേൾക്കുകയോ അറിയുകയോ അവിടങ്ങളിലെത്തുകയോ അതിന് സാക്ഷ്യം വഹിക്കുകയോ ഒക്കെ ചെയ്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. സഹോദരങ്ങളെ, ഈ രൂപത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹു നമ്മളോട് ആവശ്യപ്പെട്ട സംഗതികൾ എന്താണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അള്ളാഹുവിന്റെ സഹായമില്ലാതെ നേർക്കുനേരെ നമ്മൾ കൃത്യമായി ഒരാൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്നിട്ടല്ല നമ്മൾ ചിന്തിക്കുന്നത്, ഒരുപാട് ആളുകളുടെ കൂടെ നിന്നിട്ടല്ല നമ്മൾ ചിന്തിക്കുന്നത്. ഒറ്റക്കൊറ്റക്കാണ്, അവനവനെ കുറിച്ചാണ്. നമ്മൾ നമ്മളെപ്പറ്റിയാണ് ആലോചിക്കുന്നത്, നമ്മളെപ്പറ്റിയാണ് ചിന്തിക്കുന്നത്. അള്ളാഹുവിന്റെ സഹായമില്ലാതെ, അള്ളാഹുവിന്റെ രക്ഷയില്ലാതെ, അള്ളാഹു അനുഗ്രഹിച്ചാലല്ലാതെ നമ്മുടെ കയ്യിലുള്ള ഒരു വിഭവങ്ങളെ കൊണ്ടും, നമ്മുടെ കയ്യിലുള്ള ഒരു മാർഗം ഉപയോഗിച്ചും
രക്ഷപ്പെടാൻ നമ്മുടെ മുമ്പിൽ വഴികളൊന്നുമില്ല. അറിയാമായിരുന്നു, സൂചനകൾ ഉണ്ടായിരുന്നു, ഒരുപക്ഷെ ഉരുൾപൊട്ടൽ ഉണ്ടായേക്കാം. ഭരണകൂടം, ഉത്തരവാദപ്പെട്ടവർ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു, ആഹ്വാനം നൽകിയിരുന്നു, മാറിപ്പോകണമെന്ന്. ആളുകൾ പറഞ്ഞു, ഞങ്ങൾക്കൊക്കെ വിവരം കിട്ടിയിരുന്നു, ഞങ്ങളോട് പറഞ്ഞിരുന്നു, പക്ഷെ ഞങ്ങൾ എവിടേക്ക് പോകാൻ, ഞങ്ങൾ എങ്ങോട്ട് മാറാൻ, ഞങ്ങൾ എങ്ങനെ ഇവിടുന്ന് മാറി ഞങ്ങൾ എവിടേക്ക് എന്ന ചോദ്യമാണ് ആളുകൾക്കുണ്ടായിരുന്നത്. ഞാനിത് ആവർത്തിച്ച് നിങ്ങളോട് പറയുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു എല്ലാ തരത്തിലുള്ള കാലവിഭക്തികളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും മനുഷ്യ സമൂഹത്തിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വസ്തുതകൾ എന്താണ് എന്ന് മനസ്സിലാക്കി വ്യക്തിപരമായി ഒരു നാടിന് മാറ്റം ഉണ്ടാവട്ടെ എന്നല്ല ഞാൻ പറയും, വ്യക്തിപരമായി നമുക്ക് ഓരോരുത്തർക്കും ഇത്തരം സംഗതികളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാൻ കഴിയണം. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ, നമ്മുടെ രഹസ്യ ജീവിതത്തിൽ ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പരിവർത്തനങ്ങൾ ഉണ്ടാകണം. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഇതിന്റെ ഒരു എഫക്റ്റ് ഉണ്ടാകണം, ഇതിന്റെ ഒരു സ്വാധീനം ഉണ്ടാകണം. അതിനാണ് അള്ളാഹു നമുക്ക് ഇതെല്ലാം കാണിച്ചു തരുന്നത്. സഹതാപം കൊണ്ട് ഒരു കാര്യമല്ല. മണ്ണിനടിയിൽ നിന്ന് ഒരു കാല് മാത്രം പുറത്ത് കാണുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞതുകൊണ്ട്, സങ്കടപ്പെട്ടതുകൊണ്ട്, സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു കാര്യമല്ല. അള്ളാഹുവിന്റെ തീരുമാനമാണ്. പക്ഷേ അതിലൂടെ അള്ളാഹു അവശേഷിപ്പിക്കുന്നത് എന്റെയും നിങ്ങളുടെയും മാനസികമായ പരിവർത്തനമാണ്. അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളോട് മാറാനാണ്. നമ്മളിൽ, നാം എന്ന വ്യക്തിയിൽ, ഞാൻ എന്നിൽ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളിൽ, സ്വഭാവങ്ങളിൽ, പെരുമാറ്റങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ മാറ്റുണ്ടാക്കാനാണ്, പരിവർത്തനങ്ങൾ ഉണ്ടാക്കാനാണ്. പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളിലൊക്കെ പരിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അള്ളാഹു നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യും. എന്താണ് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്? അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ എന്താണ് സങ്കല്പിച്ചുകൊണ്ടിരിക്കുന്നത്? അള്ളാഹുവിനെ നിങ്ങൾ എങ്ങനെയാണ് കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്? അള്ളാഹു നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇത് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, പഠിക്കുമ്പോൾ ധാരാളമായി ഖുർആൻ ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കുന്നത് സഹോദരങ്ങളെ, സഹോദരിമാരെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് വിനയാന്വിതരായി മടങ്ങുക. നമ്മുടെ സഹോദരങ്ങൾ, ദുരന്തങ്ങളിൽപ്പെട്ടവർ, അവശേഷിക്കുന്നവർ, ജീവിച്ചിരിക്കുന്നവർ, അവരെല്ലാം നഷ്ടപ്പെട്ടവരാണ്. അവരോടൊപ്പം നിൽക്കാൻ നമ്മളൊക്കെ ഒരുക്കമാണ്. വളരെ കൃത്യമായി അവരെ അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, അവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം അതുപോലെ തിരിച്ചു നൽകാൻ നമുക്ക് കഴിയില്ല. പക്ഷേ നമ്മളെ കൊണ്ടാകുന്നത് ചെയ്യാൻ, അവരോടൊപ്പം നിൽക്കാൻ, നമ്മളാലാകുന്ന രീതിയിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ആശ്വാസങ്ങളായി മാറാൻ അതിനുള്ള മാർഗങ്ങൾ നമ്മൾ ആലോചിക്കുന്നുണ്ട്, നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. എല്ലാ വിഭാഗം ആളുകളും ഈ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ പള്ളികളിലും, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ പള്ളികളിലും ദുരന്തത്തിൽ അകപ്പെട്ട ആളുകളുടെ പുനരധിവാസങ്ങൾക്ക് വേണ്ടി, ശാശ്വതമായ രീതിയിലുള്ള പുനരധിവാസങ്ങൾക്ക് വേണ്ടി താൽക്കാലികമായി അതത് ക്യാമ്പുകളിൽ ആവശ്യമുള്ളത് എത്തിക്കുക, സഹായിക്കുക എന്നതൊക്കെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 6 മാസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു 3 മാസം കഴിയുമ്പോൾ, ഒരു കൊല്ലം കഴിയുമ്പോൾ ഇതിന്റെ വേദനകൾ അനുഭവിച്ച് ജീവിക്കുന്നവർ ആ വേദനകളിലൂടെ അങ്ങനെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകരുത്. അവർക്ക് വളരെ കൃത്യമായ, അവരെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ പുനരധിവാസ പദ്ധതികൾ അതുണ്ടാകണം എന്ന നിലയിൽ തന്നെ വളരെ കൃത്യമായി പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് കേരളത്തിലെ നമ്മുടെ എല്ലാ പള്ളികളിലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് കലക്ഷൻ നടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെയും നല്ലൊരു പങ്കാളിത്തം, മാനസികമായും ശാരീരികമായും പ്രയാസപ്പെടുന്നവർ, എല്ലാം നഷ്ടപ്പെട്ടവർ, അവരവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മൾ കൂടെ ചേർന്ന് അവരുടെ കൈപിടിക്കാൻ, അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, അതിലുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ പള്ളിയിലെ സാമ്പത്തിക സമാഹരണം ഉണ്ടാവുക. അതിലെല്ലാവരും അകമഴിഞ്ഞ് നല്ല പ്രാർത്ഥനയോടെ സജീവമായി അതിൽ പങ്കാളികളാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹുവിനെ ഭയപ്പെടുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചും അനുസരിച്ചും പാലിച്ചും ജീവിക്കുകയും ചെയ്യുന്ന
സജ്ജനങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ, സദ്വൃത്തവാന്മാരിൽ കുടുംബസമേതം നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തഖ്വയോടുകൂടെ ജീവിക്കാനും ഈമാനോടുകൂടെ മരണപ്പെടാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ ചെറുതുമുലുതുമായ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. മാനസികമായും ശാരീരികമായും വേദനകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന വയനാട്ടിൽ പരിസരങ്ങളിൽ ദുരന്തബാധിത പ്രദേശങ്ങളിലെ നമ്മുടെ സഹോദരന്മാർ അള്ളാഹു അവർ അനുഭവിക്കുന്ന വേദനകൾക്ക് ശമനം നൽകുകയും അവരുടെ മനസ്സുകൾക്ക് അള്ളാഹു ആശ്വാസം പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. അവരെ സഹായിക്കാൻ വേണ്ടി ഓടിക്കൂടിയ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സമ്പത്തുകൊണ്ടും അതിനുവേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് സഹോദരന്മാർ, സഹോദരിമാർ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെ സൽപ്രവർത്തനങ്ങളായി അള്ളാഹു സ്വീകരിക്കുകയും സേവനങ്ങൾക്കും സഹായങ്ങൾക്കും അള്ളാഹു ദുനിയാവിലും പരലോകത്തും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا مقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.